ഹലോ! ആങ്ങളെയും പെങ്ങളെയും കൂടെ സന്തോഷായിട്ട് തുള്ളിച്ചാടി. ഇതെങ്ങോട്ടാന്നല്ലേ? നമ്മളിന്ന് സുൽത്താൻ ബത്തേരിയിലേക്കാണ് ട്ടോ പോകുന്നത്. ഈ വരുന്ന 14-ാം തീയതി ആമിക്കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ് ട്ടോ. അപ്പം അന്ന് ഇവക്ക് ക്ലാസ്സിലേക്ക് ഇട്ടോണ്ട് പോകാൻ വേണ്ടി ഒരു പട്ടുപാവാടയും ബ്ലൗസും മേടിക്കാമെന്ന് വിചാരിച്ചാണ് ട്ടോ സുൽത്താൻ ബത്തേരിക്ക് പോകുന്നേ. അപ്പം നമ്മളിതാ റെഡിയായി ഇറങ്ങി വന്നപ്പം നമ്മുടെ ജീപ്പ് നിറച്ച് പൂച്ചരോമങ്ങളാണ് ട്ടോ. അത് പിന്നെ എന്നും അങ്ങനെയാണേ. രാത്രി പൂച്ചകളാണെന്ന് തോന്നുന്നു ട്ടോ നമ്മളെ ജീപ്പിൽ കിടന്ന് ഉറങ്ങാറ്. അപ്പം ഈ അക്കുട്ടന് നല്ല അലർജീൻ്റെ പ്രോബ്ലം ഉണ്ട് ട്ടോ. അപ്പം നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്യാണ്ട് നമുക്ക് ജീപ്പിൽ പോകാൻ പറ്റില്ല ട്ടോ. അങ്ങനെ ഇതാ നല്ല വൃത്തിക്ക് ചേട്ടൻ അതൊന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ടേ. അപ്പം ഇന്ന് ഞാൻ ജീപ്പിൽ നടുവിലാണ് കേട്ടോ ഇരുന്നത്. സൈഡ് സീറ്റ് ആമിക്കുട്ടിക്ക് വേണമെന്ന് പറഞ്ഞാൽ അവൾ ഭയങ്കര വാശിയായിരുന്നേ. എന്തായാലും ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയാണ് കേട്ടോ ഈ നടുവിലിരിക്കുന്നത്. പിന്നെ ഇതാ നമ്മളിപ്പോൾ സുൽത്താൻ ബത്തേരി ടൗൺ എത്തിയിട്ടുണ്ട് കേട്ടോ. വന്നപാട് നമ്മളൊരു കോഫി ഷോപ്പാണ് കേട്ടോ അന്വേഷിച്ചത്. കാരണം ആമിക്കുട്ടിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നേ. അക്കുട്ടൻ പിന്നെ ആ സമയം കൊണ്ട് ഉറങ്ങിപ്പോയിട്ടോ. അക്കുട്ടന് ഉറങ്ങിയത് ഒരു കണക്കിന് നന്നായി. ഇല്ലെങ്കിൽ അവൻ നമ്മളെ ഡ്രസ്സുകളൊന്നും എടുക്കാൻ സമ്മതിക്കില്ല കേട്ടോ. ഇന്ന് ഒരുപാട് പർച്ചേസിംഗ് ഒന്നുമില്ല. ഇന്ന് നമ്മൾ ആകെ ആമിക്കുട്ടിക്ക് മാത്രമായിട്ടോ എടുക്കുന്നുള്ളൂ. ഇതിനു മുമ്പ് നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ട് ഒരുപാട് ഡ്രസ്സുകളൊക്കെ എടുത്തായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ അങ്ങനെ കുടിച്ച് നമ്മൾ ഷോപ്പിലെത്തിയിട്ടോ. അപ്പം നമ്മൾ ആമിക്കുട്ടിക്ക് ഇന്നൊരു പട്ടുപാവാടയും ബ്ലൗസും മാത്രമാണ് സെലക്ട് ചെയ്തെടുത്തത് കേട്ടോ. അവിടുന്ന് വേറെ ഒന്നും നോക്കാൻ നിന്നില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. ആമിക്കുട്ടിക്ക് നമ്മൾ വിചാരിച്ചത്ര നല്ലതൊന്നും കിട്ടിയില്ല. കാരണം അവിടെ ബണ്ടിലൊക്കെ വന്ന് പൊട്ടിക്കാനൊക്കെ ആയി എന്നാണ് ചേച്ചിമാർ പറഞ്ഞത്. പൊട്ടിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ ഓണത്തിൻ്റെ. അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ട് നല്ലതൊന്നും കിട്ടിയില്ല. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.